നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മിഥുന രവി സംക്രമം നടന്നിരിക്കുകയാണ്. നാളെ മിഥുന മാസം 3-ാം തീയതി. നാളത്തെ ദിവസം മുതൽ 6 നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് വമ്പൻ മാറ്റങ്ങൾ കടന്നു വരാൻ പോവുകയാണ്. വ്യാഴം, ശനി, ബുധൻ, ചൊവ്വ, രാഹു എന്നിങ്ങനെ 5 ഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് ഈ 6 നക്ഷത്രക്കാർക്ക് ഈ വമ്പൻ ഭാഗ്യത്തെ നൽകുന്നത്. ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ, ചിട്ടി, പാട്ടം തുടങ്ങിയ വിധത്തിലുള്ള വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയും ഈ 6 നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. ജൂലൈ മാസം 20 വരെ ഈ ഒരു ഭാഗ്യക്കൊതിപ്പ് 6 നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മിഥുനരവി സംക്രമം നടന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അടുത്ത മാസം ജൂലൈ 20 വരെ 6 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വമ്പൻ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ദൈനംദിന പ്രവൃത്തികളിൽ, അതായത് നിങ്ങൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈനംദിന പ്രവൃത്തികളിൽ പോലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ദുഷ്കരമാണ്, പ്രയാസമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന പല കാര്യങ്ങളും നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് പൂർത്തിയാക്കി അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ജൂലൈ 20-നുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും ഈ 6 നക്ഷത്രക്കാർക്ക് വമ്പൻ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പോൾ 6 നക്ഷത്രക്കാരുടെ സാമ്പത്തിക മേഖലയിൽ, വിവാഹ കാര്യങ്ങളിൽ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മികവ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം ചൊവ്വയുടെയും രാഹുവിൻ്റെയും ബുധൻ്റെയും നിൽപ്പ് നിങ്ങൾക്ക് നേട്ടങ്ങൾ തരും എങ്കിൽ പോലും അല്പം ക്ലേശങ്ങൾ അല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടുകളും ഇതിനിടയിൽ വന്നു ചേരാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണമെന്ന് വെച്ചാൽ സൂക്ഷിക്കുക. വാക്കും പ്രവൃത്തിയും അല്പം സൂക്ഷിക്കണമെന്ന് മാത്രം. സാമ്പത്തികമായ ഉന്നതി, ഭാഗ്യം, നേട്ടം, ഐശ്വര്യം എന്നിവ ഉണ്ടാകും എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ അല്പം സൂക്ഷിക്കണം. ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വാഗ്വാദങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക, അതായത് ദേഷ്യത്തിലുള്ള സംസാരം, ഇതൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടതാണ്. വളരെയധികം അത്യാവശ്യമാണ്. എടുത്തു ചാടിയുള്ള പ്രകൃതമാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കണം. ഓരോ പ്രവൃത്തിയിലും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഒഴിവാക്കേണ്ടതാണ്. തീരുമാനങ്ങളിൽ വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ് എന്നതാണ് ചുരുക്കം. അപ്പോൾ 6 നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം വരുന്ന ജൂലൈ 20 വരെ 5 ഗ്രഹങ്ങളുടെ അനുകൂലമായ ദൃഷ്ടിയാണ് ഈ 6 നക്ഷത്രക്കാരുടെ മേൽ മിഥുനമാസം മുതൽ പതിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി വളരെയധികം സാമ്പത്തിക ഉന്നതി 6 നക്ഷത്രക്കാർക്ക് വന്നു ചേരും. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ദൈനംദിന കാര്യങ്ങൾക്ക് പോലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ആ പ്രശ്നങ്ങൾ വരെ മാറിപ്പോകുന്നതാണ്. ദിവസം തന്നെ ഓരോ ദിവസവും വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും. 5 ഗ്രഹങ്ങൾ വളരെയധികം അനുകൂലമാണ്. എങ്കിലും ചൊവ്വയുടെയും രാഹുവിൻ്റെയും ബുധൻ്റെയും ചില ബുദ്ധിമുട്ടുകൾ, ചില ക്ലേശങ്ങളൊക്കെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഈ ഒരു സമയം കണക്കിലെടുക്കേണ്ടതാണ്. അപ്പോൾ അതാണ് അല്പം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗ്യശാലികളായ 6 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നതിലേക്ക് കടക്കാം. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഈ ഒരു സമയം അല്പം ശത്രുശല്യമൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായി വരുന്ന ഒരവസ്ഥ വരും. പഴി കേൾക്കേണ്ടതായ അവസ്ഥ, ചെയ്യാത്ത പ്രവൃത്തിക്ക് പോലും കുറ്റം കേൾക്കേണ്ടതായി ഉള്ളൊക്കെ അവസ്ഥകൾ വന്നു ചേരുമ്പോൾ ഈ ജൂൺ മാസം അവസാനിക്കുന്നതോടുകൂടി ഈ ഒരു അവസ്ഥ, അതായത് 5 ഗ്രഹങ്ങളും അനുഗ്രഹം ചൊരിയുന്നു എങ്കിൽ പോലും ചില ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നു ചേരും. ധനപരമായി നോക്കുമ്പോൾ വളരെയധികം നേട്ടവും ഉയർച്ചയുമാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാകുന്നതാണ്. ചെറിയ പ്രശ്നങ്ങളെ ഒന്നും വളരെ വലുതായി കാണാതിരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിലിട്ട് അതിനെ വളരെ വലിയ പ്രശ്നങ്ങളാക്കി ടെൻഷന് മനസ്സിന് കൊടുക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകേണ്ടതുമാണ്. വാഗ്വാദങ്ങൾക്കോ മറ്റ് ബുദ്ധിമുട്ടുകളായ പ്രവൃത്തിയിലേക്കോ ഒന്നും പോകാതിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഈ സമയം നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ധനപരമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ജൂലൈ 20-നുള്ളിൽ വന്നു ചേരുന്നതാണ്. സൗഭാഗ്യം വന്നു ചേരുന്നതാണ്. കടബാധ്യതകളൊക്കെ തീർക്കാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ ഭാഗ്യശാലികളായ 6 നക്ഷത്രക്കാരിലേക്ക് കടക്കാം. 6 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ചോതിയാണ്. ചോതിയുടെ സുവർണ സമയമാണ് ചോതി നക്ഷത്രക്കാർക്ക് ഈ മിഥുനം 1 മുതൽ തുടങ്ങിയിരിക്കുന്നത്. ശത്രുശല്യം അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിൽ പോലും സാമ്പത്തികമായി അത് ഒരു രീതിയിലും ബാധിക്കുന്നതല്ല. ശത്രുക്കളെ
അല്പം കണ്ടില്ല എന്ന് നടിക്കുന്നത് ഈ ഒരു സമയം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ശത്രുപാളയത്തിലേക്ക് ചെന്ന് സ്വയം മറ്റുള്ളവരെ എന്നാൽ എല്ലാം ചെയ്ത് നശിപ്പിക്കാൻ സാധിക്കുമെന്നൊരു ഓവർ കോൺഫിഡൻസ് ഈ ഒരു സമയത്ത് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് അടക്കി നിർത്തുക. ശത്രുക്കളിലേക്ക് നേരിട്ട് ചെന്ന് കയറാതിരിക്കുക. ഇത് ഒരു ജൂലൈ പകുതിക്ക് ശേഷം ഒരു വലിയ മാറ്റം വരും. ശത്രുക്കൾ താനെ നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥ കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉയർച്ച കണ്ട് കണ്ണുകടിയുള്ള ചില ആളുകൾ തന്നെയാണ് നിങ്ങൾക്കൊപ്പം നിന്ന് ഈ ശത്രുത ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ കൂടി ശ്രമിക്കേണ്ടതാണ്. കൂടാതെ സുഹൃത്ത് വലയം അല്പം കുറയ്ക്കുന്നത് ഈ ഒരു സമയം നല്ലതാണ്. കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് നിങ്ങളുടെ ഉയർച്ച കണ്ട് അല്പം ബുദ്ധിമുട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശത്രുക്കളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ചുറ്റുമുണ്ട് എന്നൊരു ബോധത്തോടു കൂടി വേണം മുന്നോട്ടുള്ള ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ കൈക്കൊള്ളാനായിട്ട്. ഓണത്തോടുകൂടി വളരെയധികം ഒരു വമ്പൻ സാമ്പത്തിക കുതിപ്പ് നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ബാങ്കിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ വളരെയധികം ഭാഗ്യം ഓണത്തോടുകൂടി നിങ്ങൾക്ക്, അതായത് ചിങ്ങമാസത്തോടുകൂടി വന്നു ചേരുന്ന സമയമാണ്. ദേഷ്യപ്പെട്ടുള്ള സംസാരം കഴിവതും ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായി വളരെയധികം മാറ്റം ഈ ഒരു മിഥുന മാസത്തിൽ ഉണ്ടാകുന്നതാണ്. എങ്കിലും ജൂൺ മാസത്തിൻ്റെ അവസാനം മുതൽ വമ്പൻ കുതിപ്പ് നിങ്ങൾക്ക് ദൃശ്യമാകാൻ സാധിക്കുക തന്നെ ചെയ്യുന്നതാണ്. എല്ലാ ശത്രു ശല്യങ്ങളും ദോഷങ്ങളും നിങ്ങളെ വിട്ട് ഒഴിയുമെന്നതിൽ സംശയം വേണ്ട. ഓണത്തോടനുബന്ധിച്ചുള്ള സമയം വമ്പനൊരു ധന നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം വളരെ അനുകൂലമായതിനാൽ തന്നെ വമ്പൻ സാമ്പത്തിക മുന്നേറ്റം, കടബാധ്യതകളിൽ നിന്നൊക്കെയുള്ള മോചനം ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബുധൻ്റെ ഒരു മൗഢ്യമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അല്പം ശോകരമായൊരവസ്ഥ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിദ്യയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അപരിചിതരായ ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. അവർ തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോ അവരുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. അതായത് ആദ്യം കാണുന്നൊരു വ്യക്തിയാണ്, നമുക്ക് മുൻപരിചയമൊന്നുമില്ല, അപ്പോൾ അവരോട് കൂടുതൽ പരിചയത്തിന് പോകാനോ നമ്മുടെ വെയറബിൾസ്, നമ്മുടെ പ്രധാന കാര്യങ്ങളൊന്നും അവരുമായി ഷെയർ ചെയ്യാതിരിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അപരിചിതരിൽ നിന്ന് ഒന്നും വാങ്ങിക്കഴിക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികമായി വളരെയധികം ഒരു മുന്നേറ്റം ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നു ചേരുന്ന സമയമാണ്. ചില ചതികളൊക്കെ ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അപരിചിതരായ ആളുകളിൽ നിന്നൊക്കെ ഒന്ന് അകലം പാലിക്കണമെന്ന്. വൻ നേട്ടമാണ് ഇനി നിങ്ങൾക്ക് അങ്ങോട്ടുള്ള സമയങ്ങളിൽ ലഭിക്കാൻ പോകുന്നത്. മിഥുനമാസം വളരെയധികം ഭാഗ്യം നിങ്ങൾക്ക് നൽകുകയാണ്. സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയുണ്ടാകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപരിചിതരായ അല്ലെങ്കിൽ പെട്ടെന്ന് പരിചിതഭാവത്തിൽ നമ്മളെ തേടി എത്തുന്ന ആളുകളിൽ നിന്നൊക്കെയാണ് അകലം പാലിച്ച് മുന്നോട്ട് പോകേണ്ടത്. അടുത്ത മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രമാണ്. വാഗ്വാദങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ടതാണ്. ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നിമിത്തം അല്പം വഴക്ക് പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ അതിന് മുൻകൈയിട്ട് ഇറങ്ങാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു സമയം വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന്. കർമ്മ നേട്ടമുണ്ടാക്കുന്നതാണ്. വിവാഹ യോഗം തെളിയുന്നതാണ്. ഉത്തമരായ ദമ്പതികളെ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉത്തമരായ രീതിയിലുള്ള വിവാഹ യോഗം നിങ്ങൾക്ക് തെളിയുന്നുണ്ട്. സാമ്പത്തികമായി വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു സമയത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ വാഗ്പോരുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക, അതായത് വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കുക. അപ്പോൾ മിഥുനമാസം പകുതിക്ക് ശേഷം ഒരു കർക്കിടകം പകുതി വരെ വളരെയധികം നല്ല ഒരു സമയമാണ്. ഒരു ബെറ്റർ ടൈം എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ 2025 വിശേഷിപ്പിക്കാവുന്ന സമയമാണ് മിഥുനം പകുതിക്ക് ശേഷം വരുന്ന കർക്കിടകം പകുതി വരെ. അപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഈ ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് അതൊന്ന് മാറ്റി നിർത്തുക. അങ്ങനെ മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളോട് അവർക്ക് വൈരാഗ്യം, ദേഷ്യം ഇതൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ശത്രു കൂടി അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ശ്രമിക്കുക. സഹപ്രവർത്തകരുടെ ചില പ്രവൃത്തികൾ മൂലവും അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം അറിയാം, അവർക്കൊന്നും അറിയുന്നില്ല എന്ന രീതിയിൽ അവരുമായി ഒരു അപ്രോച്ചിന് പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. വൻ സാമ്പത്തിക നേട്ടമാണ് നിങ്ങൾക്കും ഈ മിഥുന മാസത്തിൽ ലഭിക്കുന്നത്. കൂടാതെ മിഥുനം പകുതിക്ക് ശേഷം കർക്കിടകം വരെയുള്ള സമയവും വളരെയധികം ബെറ്റർ ടൈമാണ് നിങ്ങൾക്ക്. അടുത്ത നക്ഷത്രമായി വരുന്നത് പൂയമാണ്. ഈ മിഥുനം 10-ാം തീയതി മുതൽ അല്പം ശ്രദ്ധ
വളരെ അനിവാര്യമാണ് ജീവിതത്തിൽ. ഒരു 6 മാസ കാലയളവിനുള്ളിൽ തന്നെ വളരെ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിന് എല്ലാ മേഖലയിലും, സംസാരത്തിലാകട്ടെ പ്രവൃത്തിയിലാകട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടാണ് വളരെയധികം ശ്രദ്ധ വേണ്ടത്. പ്രൊമോഷൻ്റെ സാധ്യത, ശമ്പള വർധനവിൻ്റെ സാധ്യതയിലൊക്കെ എത്തി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അല്ലാതെയുള്ള കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനൊന്നും ഈ ഒരു സമയം എടുക്കണ്ട. അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ തന്നെ ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരുടെ അവരുടെ പ്രവൃത്തികൾ കൂടി ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ചിലപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ അല്പം കണ്ണുകടിയൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ശത്രുവായി മാറാൻ അവർക്ക് നിങ്ങൾ തന്നെ വഴിയൊരുക്കി കൊടുക്കാതിരിക്കുക. അസൂയുള്ള ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ശത്രുവാണ് ഇന്ന വ്യക്തി, നമുക്ക് ദോഷം ചെയ്യുന്നവരാണെന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ പൂയം നക്ഷത്രക്കാർക്ക് വരുന്ന 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക നിലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കാരണം എന്തെന്നാൽ വളരെയധികം ഭാഗ്യസമയമാണ്. 5 ഗ്രഹങ്ങൾ വളരെയധികം അനുകൂലമാണ്. അപ്പോൾ ചെറിയൊരു തെറ്റുമതി ഈ അനുകൂലത്തെ ഇല്ലാതാക്കി മാറ്റാൻ. അതുകൊണ്ടാണ് വളരെയധികം ശ്രദ്ധ അനിവാര്യമാണെന്ന് പറഞ്ഞത്. മകമാണ് അടുത്ത നക്ഷത്രം. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും വിദ്യാപരമായും വളരെയധികം ഉയർച്ചയുടെ നേട്ടത്തിൻ്റെ സമയമാണ്. സാമ്പത്തികമായി വളരെയധികം ശേഷി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു. ശത്രുക്കളുടെ കാര്യത്തിൽ കരുതിയിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കുറ്റങ്ങൾ ചെയ്യാതെ പഴി കേൾക്കേണ്ടതായ അവസ്ഥയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ കഴിവതും നിങ്ങളുടെ പ്രവൃത്തികൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. വ്യാഴം ഒരു അങ്ങുമല്ല ഇങ്ങുമല്ലാത്തൊരവസ്ഥ, ആകെ ഒരു ന്യൂട്രലായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനസാന്നിധ്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതാണ്. ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ്. ജൂലൈ 20 ശേഷം, അല്ലെങ്കിൽ ജൂലൈ 20 തന്നെ ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയം വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. അതിനുശേഷം ജൂലൈ 20 ശേഷമുള്ള സമയവും മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. അപ്പോൾ ഓണക്കാലമൊക്കെ എത്തുമ്പോൾ ഒരു 6 മാസക്കാലത്തിനുള്ളിൽ തന്നെ ഉത്തമമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. വിദ്യ കൊണ്ടായാലും, അല്ലെങ്കിൽ സാമ്പത്തിക മേഖല കൊണ്ടായാലും, വിവാഹ ജീവിതത്തിലെ കാര്യത്തിലായാലും ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടേണിംഗ് പോയിൻ്റ്, ആ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ലഭിക്കുന്ന ഗ്രഹങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെയും, അനുകൂലമായ ഈ അവസ്ഥയൊക്കെയും നിങ്ങൾക്ക് വളരെയധികം നേട്ടമായി മാറുന്നതാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. വരുന്ന ഓഗസ്റ്റ് പകുതി വരെ വളരെ നല്ല സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. ധനസമ്പാദനത്തിൻ്റെ യോഗം തെളിയുന്നുണ്ട്. ധനം പല വഴികളിൽ വന്നു ചേരുന്നതാണ്. ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ കാണുന്നുണ്ട്. നവംബർ ഡിസംബർ മാസം, പിന്നീട് ഓഗസ്റ്റിന് ശേഷമുള്ള സമയം, അതായത് നവംബർ ഡിസംബർ മാസങ്ങളും ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഈ സമയങ്ങളിലൊക്കെ ഒരു സാമ്പത്തിക മാറ്റം നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മവിജയം വന്നു ചേരുന്നതാണ്. കൂടാതെ ഉത്തമ വിവാഹ യോഗം കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുമ്പോൾ ഈ 2025 ഇനിയുള്ള സമയം തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ്. നവഗ്രഹ സ്തോത്രം ജപിക്കാനൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. രാഹുവിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും നവഗ്രഹ സ്തോത്രം, എല്ലാ ഗ്രഹങ്ങളുടെ ആനുകൂല്യം ലഭിക്കുന്നതിനും, കൂടാതെ രാഹുവിൻ്റെ കൂടുതൽ പ്രീതിയും നേട്ടവും ഒക്കെ ലഭിക്കുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കും. കൂടാതെ എല്ലാ നക്ഷത്രക്കാരെയും എപ്പോഴും പ്രാർത്ഥന വച്ചു പുലർത്തുക. ഇത് നിങ്ങളെ നേരായ വഴിയിലേക്ക് നയിക്കുന്നതിന് സഹായിക്കും. കൂടാതെ ഈ ഗ്രഹങ്ങളുടെ ഒക്കെ ആനുകൂല്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും പ്രാർത്ഥനകൾ കൊണ്ട് സാധ്യമാകുന്നതാണ്. നന്ദി.